നമസ്കാരം സുഹൃത്തുക്കളെ. ബ്രൂട്ടീഷൻ ഞാൻ ചെയ്യാറില്ല. നമുക്ക് സാധാരണക്കാരുടെ ഇടയിൽ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു വാചകമാണിത്. അത് ഓർക്കുമ്പോൾ, ആ വാചകം ഓർക്കുമ്പോൾ നമ്മൾ ആ ആളെ ഓർക്കും. അതായത് പെരുമ്പാവൂരിൽ 2016 അമറുൾ എന്ന് പറയുന്ന ഒരു കാപാലികൻ്റെ കൈകൊണ്ട് ക്രൂരമായി കൊല്ലപ്പെട്ട ജിഷയുടെ അമ്മ രാജേശ്വരി അവർ മരിച്ചു എന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസമായിട്ട് നമ്മൾ അറിയാൻ സാധിച്ചത്. രാജേശ്വരിയെ വളരെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് മൂലം ഹോസ്പിറ്റൽ ചികിത്സയിലൊക്കെ ഇരിക്കെയാണ് മരണപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് എത്ര കാലം കഴിഞ്ഞാലും അതൊരു വേദന തന്നെയാണ്. ജിഷയുടെ മരണം ഒരു സാധാരണ മരണമായിരുന്നില്ല, അതിക്രൂരമായ കൊലപാതകം തന്നെയായിരുന്നു. ഇപ്പോഴും അയാൾ നിയമത്തിൻ്റെ സുരക്ഷയിൽ തിന്നുമുടിച്ച് ജീവിക്കുമെന്നു ഓർക്കുമ്പോൾ നമുക്ക് ഏവർക്കും വിഷമം തോന്നുന്ന കാര്യം തന്നെയാണ്. അതായത് തൻ്റെ മകളെ കൊന്ന കാപാലികന് അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്നത് വരെ കാത്തിരിക്കാൻ നിൽക്കാതെ വിട പറഞ്ഞു പോയ രാജേശ്വരിക്ക് പ്രണാമം തന്നെയുണ്ട്. പക്ഷേങ്കിൽ എനിക്കിപ്പോഴും പറയാനുള്ള ഇതൊക്കെ തന്നെയുള്ളൂ. സിദ്ധാർത്ഥ് ആയാലും ഹരികൃഷ്ണനായാലും ജിഷയായാലും സൗമ്യ ഇവരൊക്കെ മരണപ്പെട്ടിട്ടും, അതായത് അവരുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നിട്ടും നേരാവണ്ണം ഒരു ഈ പറഞ്ഞ പോലെ ശിക്ഷ അവർക്കൊന്നും കിട്ടുന്നില്ല. നല്ല സുന്ദരനായിട്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ഗോവിന്ദചാമിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഇതൊന്നും നല്ല രീതിയിലൊരു ശിക്ഷ നടപ്പാക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഓരോ കൊലപാതകം കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഇതുകൊണ്ട് ശരിയാകും. ഒന്നും ശരിയാകാൻ പോകുന്നില്ല. എത്രയോ വർഷങ്ങളായി, 2016 10 വർഷമായ ജിഷ എന്ന് പറയുന്ന നിയമ വിദ്യാർത്ഥി മരിച്ചിട്ട്. അപ്പം അവരുടെ അമ്മയ്ക്ക് അവളുടെ കൊലയാളിക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്നത് കാണാൻ, ശിക്ഷ കിട്ടും, എത്ര കാലത്തിനാലും ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അത് കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു കൊലപാതകത്തിന് ഒരു വധശിക്ഷയെങ്കിലും വിധിച്ചിരുന്നെങ്കിൽ ഇത്രയും കൊലപാതകങ്ങളോ ഇത്രയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞേനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വിഷമം തന്നെയാണ്. മാതാപിതാക്കൾ ഇരിക്കുമ്പോൾ മക്കൾ മരിക്കുന്നത് എക്കാലവും വിഷമം തന്നെയാണ്. അവർ മരിക്കുന്നവരെ ആ ഓർമ്മ അവരിലുള്ളിൽ നിന്ന് മായത്തുമില്ല, നീറി ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഭയാനകവും ഭീകരവുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.